പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ സെമി കണ്ടക്ടർ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണ് സിവിൽ എഞ്ചിനീയർ സുരേഷ് മഠത്തിൽ വളപ്പിൽ. സ്വാതന്ത്ര്യദിന സന്ദേശം അത് കണ്ടിരുന്നു. തീർച്ചയായിട്ടും അത് പതിവിൽ നിന്ന് വളരെ വ്യത്യസ്തം. പതിവിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം സംസാരിച്ചത് സെമി കണ്ടക്ടറുകളെ കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് ജെറ്റ് എഞ്ചിനുകളെ കുറിച്ചും ഒക്കെയാണ്. അല്ലാതെ നമ്മുടെ പഴയ ദാരിദ്ര്യ നിർമ്മാർജ്ജനോ അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച പഴയ ഇന്ത്യയുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം അഡ്രസ് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഈ നൂറ്റാണ്ടിന്റെ വിഷയങ്ങളാണ് അദ്ദേഹം അഡ്രസ് ചെയ്തത്. ഒരു വികസിത രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വികസിത രാജ്യമാവാൻ പോകുന്ന ഒരു അതിലേക്കുള്ള കുതിപ്പ് നടത്തുന്ന ഒരു രാജ്യത്തിന്റെ ഭരണഘടനാ തലവൻ നടത്തുന്ന ഒരു പ്രസംഗമായിട്ടാണ് അതിനെ കാണേണ്ടത്. കാരണം സംസാരിച്ചത് നേരത്തെ പറഞ്ഞ പോലെ സെമി കണ്ടക്ടറുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് ജെറ്റ് എഞ്ചിനുകൾ, പിന്നെ അതുപോലെ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ബഹിരാകാശത്ത് നിർമ്മിക്കാൻ പോകുന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയത്തെ കുറിച്ചാണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ മിനറൽസിന്റെ ഉപയോഗം, അതല്ലെങ്കിൽ പിന്നെ അതുപോലെ ശ്രദ്ധിച്ചൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രതിരോധ രംഗത്തേക്കുള്ള പുതിയ കുട്ടികളുടെ തന്നെ ഞാൻ പറയും, അത് പുതിയ കമ്പനികളുടെ തന്നെ, പുതിയ കുട്ടികളുടെ തന്നെ. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് അടക്കം അതിന് ശേഷം ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യങ് എഞ്ചിനീയേഴ്സിന്റെ പുതിയ ഉൽപ്പന്നങ്ങൾ അതിനെ ഇന്ത്യൻ ഗവൺമെന്റ് എത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഞങ്ങൾ വാങ്ങിച്ചോളാം, ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ, ഞങ്ങൾ അതിന്റെ സാങ്കേതികത ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് ഇവിടുത്തെ യൂത്തിനോട് പറയുന്നത് വലിയൊരു സംഭവമാണ്. അത് പറയാനില്ലാത്തതുകൊണ്ടാണ്, അത് പറയാൻ ഇന്ന് വരെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരൊക്കെ കടൽ കടന്ന് പുറത്തോട്ട് പോയത്. അപ്പൊ അത് അവർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ അതിന് പുറമെ എന്തോ കണ്ടു 15,000 രൂപ വീതം ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു കുട്ടികൾക്ക് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിനേക്കാൾ ഉപരി നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചോളൂ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയാൻ ഇന്ത്യയുടെ പ്രതിരോധ